ഞാൻ എന്റെ വിഷൻ ബോർഡിൽ ഒട്ടിച്ച എല്ലാ കാര്യങ്ങളും ഈ വർഷം നടന്നു എന്ന് പല ആൾക്കാരും നമ്മൾ പറഞ്ഞു കേട്ടിട്ടുണ്ടല്ലേ. ബട്ട് ഹൗ ഡു ദേ ആക്ച്വലി ഡു ദാറ്റ്? കാരണം കുറച്ച് പിൻട്രസ്റ്റിലെ ഫോട്ടോസ് വെട്ടി ഒട്ടിക്കുക എന്നുള്ളതല്ല വിഷൻ ബോർഡ്. ഓൾ ദീസ് പീപ്പിൾ ഹാവ് സം മെത്തേഡ്സ് ടു ഡു ദിസ്. അപ്പൊ ഇന്ന് നമ്മൾ ആക്ച്വലി എങ്ങനെ അങ്ങനെ വർക്ക് ആവുന്ന ഒരു വിഷൻ ബോർഡ് ഉണ്ടാക്കാം, ആൻഡ് അത് എവിടെ വെക്കണം, ആൻഡ് ഹൗ ടു ആക്ച്വലി ഡു ദ തിങ്സ് ദാറ്റ് വി പുട്ട് ടുഗെദർ ഇൻ ദ വിഷൻ ബോർഡ് എന്നുള്ള കാര്യങ്ങളാണ് ഇന്ന് പറയാൻ പോകുന്നത്. അപ്പോൾ ഞാൻ എന്തുകൊണ്ടാണ് വിഷൻ ബോർഡിൽ വിശ്വസിക്കുന്നതെന്ന് പറയട്ടെ. ഈ കാണുന്നത് എന്റെ പഴയ ഒരു വിഷൻ ബോർഡാണ്. ഞാൻ ആക്ച്വലി ഒരു വലിയ വിഷൻ ബോർഡും അതിന്റെ തന്നെ ഒരു മിനി വേർഷൻ ആയിട്ട് എന്റെ ജേർണലിലും ഉണ്ടാക്കാറുണ്ട്. അപ്പൊ ഇതങ്ങനെ ഒരു വിഷൻ ബോർഡാണ്. എനിക്ക് ഓർമ്മയുണ്ട്, ഈ കാര്യങ്ങൾ എനിക്ക് അച്ചീവ് ചെയ്യാനുള്ള കാര്യങ്ങൾ ഞാൻ എഴുതുമ്പോൾ ഐ ഫെൽ ലൈക്ക് ഇതൊക്കെ എന്നെ കൊണ്ട് പറ്റോ, കാരണം അത്ര അൺഅച്ചീവബിൾ ആയിട്ടുള്ള കാര്യങ്ങളാണ് ഞാൻ ഇതിനകത്ത് എഴുതി വെച്ചിട്ടുണ്ടായിരുന്നത്. പക്ഷേ ഫ്രം ഗ്രാജുവേറ്റിംഗ് ടു നൈറ്റ് ഡ്രൈവ്സ് ആൻഡ് എവറിഥിങ് കെയിം ട്രൂ. അപ്പോൾ ഞാൻ ഒരിക്കലും വിചാരിച്ചില്ല ഇത്രയും കാര്യങ്ങൾ ഒരുമിച്ച് നടക്കുമെന്ന്. എനിക്ക് ഇപ്പോഴും ഓരോ തവണയും ഞാൻ വിഷൻ ബോർഡ് ഉണ്ടാക്കുമ്പോൾ ഞാൻ പല കാര്യങ്ങളും നമ്മളെ കൊണ്ട് പറ്റുമോ എന്ന് തോന്നുന്ന കാര്യങ്ങൾ ഞാൻ അതിനകത്ത് വെക്കാറുണ്ട്. കാരണം അറ്റ് ദ എൻഡ് ഓഫ് ദ ഇയർ മോസ്റ്റ് ഓഫ് ദ തിങ്സ് എനിക്ക് നടക്കാറുണ്ട്. ബിക്കോസ് വിഷൻ ബോർഡ് ഇസ് എ കൈൻഡ് ഓഫ് മാനിഫെസ്റ്റേഷൻ. സോ ട്രസ്റ്റ് മീ, നിങ്ങൾ കറക്റ്റ് ആയിട്ട് വിഷൻ ബോർഡ് ഒക്കെ പ്രിപ്പയർ ചെയ്ത് മാനിഫെസ്റ്റ് ചെയ്യുകയാണെങ്കിൽ ഇതിൽ മാക്സിമം ഒരു 99% കാര്യങ്ങൾ നടക്കുക തന്നെ ചെയ്യും. സോ ലെറ്റ്സ് ഡൈവ് ഇൻ ടു ഹൗ ടു ആക്ച്വലി മേക്ക് ദിസ് വിഷൻ ബോർഡ്. നേരത്തെ പറഞ്ഞതുപോലെ കുറച്ച് റാൻഡം പിക്സ് എടുത്ത് ഒട്ടിക്കുന്നതല്ല ഒരു വിഷൻ ബോർഡ് എന്ന് പറയുമ്പോൾ. ഈച്ച് ആൻഡ് എവറി പിക്ചർ ഹാസ് എ സ്പെഷ്യൽ പ്ലേസ്മെന്റ് ആൻഡ് സ്പെഷ്യൽ പാറ്റേൺ. എങ്കിൽ മാത്രമേ ഞാൻ പറഞ്ഞല്ലോ, വിഷൻ ബോർഡ് ഈസ് എ കൈൻഡ് ഓഫ് മാനിഫെസ്റ്റേഷൻ. ആ മാനിഫെസ്റ്റേഷൻ കറക്റ്റ് ആവണമെങ്കിൽ അതിനൊരു സ്പെഷ്യൽ മെത്തേഡ് അല്ലെങ്കിൽ ഒരു പാറ്റേൺ ഉണ്ട്. നമ്മുടെ മൈൻഡിനെ അത് ട്രിഗർ ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു പാറ്റേൺ അതിനകത്ത് ഉണ്ടാവണം. അപ്പോൾ ഇതിനാദ്യം നമുക്ക് വേണ്ടത് ഒരു പേപ്പർ പേനയും. ഇനി ഞാൻ പറയാൻ പോകുന്നതാണ് ഇതിലെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം. അതൊന്ന് ശ്രദ്ധിച്ച് കേട്ടോ. വി ആർ ഗോയിങ് ടു കാറ്റഗറൈസ് അവർ ഗോൾസ് ഇൻ ടു 4 സെക്ഷൻസ്. ഫസ്റ്റ് ഇസ് കരിയർ, സെക്കൻഡ് റിലേഷൻഷിപ്പ്, ഹെൽത്ത് ആൻഡ് ഡ്രീംസ് ആൻഡ് ആഡ് ഓൺസ്. ഇത് ഇത്രയാണ് നമ്മുടെ 4 സെക്ഷൻസ്. ഇതിനെ ബേസ് ചെയ്തിട്ടായിരിക്കണം. പേടിക്കേണ്ട, അധിക സമയം എടുക്കില്ല ഇത് ചെയ്യാനായിട്ട്. മാക്സിമം ഒരു 5 മിനിറ്റ് അത്ര മാത്രമേ എടുക്കുള്ളൂ. പക്ഷെ 5 മിനിറ്റ് എടുക്കില്ല, ആ കൂടെ 2 മിനിറ്റ് എടുക്കുള്ളൂ നിങ്ങൾക്ക് നിങ്ങളുടെ ഗോൾസ് ഒക്കെ ഓർമ്മയുണ്ടെങ്കിൽ. സോ ഈ ഒരു 5 മിനിറ്റ് തൊട്ട് നമ്മൾ ഇതിന്റെ മൊത്തം ബേസ് സെറ്റ് ചെയ്തെടുക്കും. അപ്പോൾ നമ്മുടെ ഫസ്റ്റ് സെക്ഷൻ എന്താ? കരിയർ. കരിയറിൽ എന്തൊക്കെയാണ് വരുന്നത്? നമ്മുടെ ജോബ് വരും, നമ്മുടെ എഡ്യൂക്കേഷൻ വരും. ഇപ്പൊ സ്റ്റുഡൻസ് ആണെങ്കിൽ നിങ്ങൾക്ക് ഗ്രാജുവേറ്റ് ചെയ്യണം എന്നായിരിക്കും, നിങ്ങൾക്ക് ഇത്ര പെർസെന്റേജ് മാർക്ക് വാങ്ങണം എന്നായിരിക്കും. അല്ലെങ്കിൽ ജോബ് എന്ന് പറയുമ്പോൾ കുറച്ചുകൂടെ നിങ്ങൾക്ക് പ്രൊമോഷൻ അല്ലെങ്കിൽ ഒരു ബെറ്റർ ജോബിലോട്ട് മാറണമെന്നായിരിക്കും. ആൻഡ് ഇതിൽ തന്നെ വരുന്ന കാര്യമാണ് മണി എന്ന് പറയുന്നത്. നമുക്ക് ഈ വർഷം എത്ര പൈസ സേവ് ചെയ്യണം, അല്ലെങ്കിൽ ആ പൈസ വെച്ച് എന്തൊക്കെ ചെയ്യണം എന്നുള്ളതൊക്കെ വരുന്നത് എന്തിലാണ്? ഈ കരിയറിലാണ്. നമ്മുടെ നെക്സ്റ്റ് സെക്ഷൻ എന്താണെന്നറിയോ? റിലേഷൻഷിപ്പ്. ഈ റിലേഷൻഷിപ്പ് എന്ന് പറയുമ്പോൾ പെട്ടെന്ന് നമ്മൾ ചിന്തിക്കുന്നത് എന്താ? റൊമാൻറ്റിക് റിലേഷൻഷിപ്പ് അല്ല. ഈ റിലേഷൻഷിപ്പ് എന്ന് പറയുന്നത് നമുക്ക് മനുഷ്യന്മാരുമായിട്ടുള്ള ബന്ധമാണ്. ഒരു സീക്രട്ട് പറയട്ടെ, ഞാൻ കുറേ വർഷമായിട്ട് ഈ റിലേഷൻഷിപ്പിന്റെ സെക്ഷനിൽ എഴുതുന്ന ഒരു കാര്യമുണ്ട്. നമ്മളടുത്ത് ആത്മാർത്ഥതയില്ലാത്ത പുറകീന്ന് കുത്തുന്ന ആൾക്കാരെ മാക്സിമം അവോയ്ഡ് ചെയ്ത് നിർത്തുക എന്നുള്ളത്. ആൻഡ് എനിക്ക് തോന്നുന്നു കഴിഞ്ഞ കുറേ വർഷമായിട്ട് എല്ലാ തവണയും എന്റെ വിഷൻ ബോർഡിൽ ഞാൻ അത് എഴുതി വെക്കാറുണ്ട്. ആൻഡ് ഗെസ് വാട്ട്? ഇത്തവണയല്ല, കുറച്ച് നാളായിട്ട് അത് ഭയങ്കരമായിട്ട് നടക്കുന്നുണ്ട്. എന്റെ ജീവിതത്തിൽ വളരെ നന്നായിട്ട് പെരുമാറുന്ന ആൾക്കാർ മാത്രമേ ഇപ്പോൾ ഉള്ളൂ. ഈ റിലേഷൻഷിപ്പിനകത്ത് തന്നെ നമുക്ക് ഫാമിലി ആയിട്ട് ടൈം സ്പെൻഡ് ചെയ്യുന്നത്, അല്ലെങ്കിൽ പാർട്ട്ണറുമായിട്ട് ടൈം സ്പെൻഡ് ചെയ്യുന്നത്, അങ്ങനെയുള്ള പല കാര്യങ്ങളും ഇൻക്ലൂഡഡ് ആണ്. ഫ്രണ്ട്സ്, ഇതെല്ലാം വരുന്ന സെക്ഷൻ ആണ് എന്ത്? റിലേഷൻഷിപ്പ്. പിന്നെ അഫ്കോഴ്സ് ഹെൽത്ത് എന്ന് പറയുമ്പോൾ അതിനകത്ത് എന്ത് വരും? നിങ്ങളുടെ വർക്ക്ഔട്ട്സ് വരും, നിങ്ങളുടെ ബോഡി ഗോൾസ് വരും, പിന്നെ മെന്റൽ ഹെൽത്ത് വരും. ഇതെല്ലാം വരുന്നതാണ് ഹെൽത്ത് എന്ന് പറയുന്നത്. ആൻഡ് ലാസ്റ്റ്ലി ഡ്രീംസ് ആൻഡ് ആഡ് ഓൺസ്. ഞാൻ എപ്പോഴും പറയാറില്ലേ, ഞാൻ ഓരോ തവണയും കുറെ കാര്യങ്ങൾ എനിക്ക് ചെയ്യാൻ പറ്റുമോ, എനിക്ക് ഈ വർഷം അത് നടക്കുമോ, ഇത് കുറച്ച് അൺഅച്ചീവബിൾ ആയിട്ട് തോന്നുന്നില്ലേ എന്ന് തോന്നുന്ന കുറച്ച് കാര്യങ്ങളില്ലേ, അത് ഞാൻ എപ്പോഴും വെക്കാറുണ്ടെന്ന് പറയില്ലേ വിഷൻ ബോർഡിൽ. ആ കാര്യമാണ് ഈ ഡ്രീംസ് ആൻഡ് ആഡ് ഓൺസ്. അതെനിക്ക് ചെയ്യാൻ പറ്റുമോ, നമുക്ക് എപ്പോഴത് ഉണ്ടാവും എന്നറിയില്ല, ബട്ട് വിൽ ട്രൈ അവർ ബെസ്റ്റ്. ആൻഡ് മിക്കപ്പോഴും ട്രസ്റ്റ് മീ അതെല്ലാം വരാറുണ്ട്. എങ്ങനെയൊക്കെയോ അതെല്ലാം നടക്കാറുണ്ട്. സോ ദാറ്റ്സ് മൈ ഡ്രീംസ് ആൻഡ് ആഡ് ഓൺ സെക്ഷൻ. ആൻഡ് സ്വീറ്റ് ഹാർട്സ്, വി ആർ നോട്ട് ഗോയിങ് ടു ത്രോ ദിസ് പേപ്പർ അവേ. ഈ പേപ്പർ എന്ന് പറയുന്നത് നമ്മുടെ ഒരു റിട്ടൺ വിഷൻ ബോർഡാണ്. നമ്മുടെ ഇപ്പോൾ ഒരു പേഴ്സിൽ, നമ്മുടെ വാലറ്റ് ഉണ്ടല്ലോ, നമ്മുടെ പേഴ്സ്, അതിനകത്ത് വെച്ചേക്കണം. ചില ദിവസങ്ങൾ നമുക്ക് നന്നാവില്ല എന്ന് പറയില്ല, ആ ദിവസങ്ങളിൽ ഞാൻ ഇതെടുത്ത് നോക്കാറുണ്ട്. കാരണം നമ്മൾ എന്തിനു വേണ്ടിയിട്ടാണ് വർക്ക് ചെയ്യുന്നത്, നമ്മൾ എന്തിനു വേണ്ടിയിട്ടാണ് ഈ കഷ്ടപ്പെടുന്നത് എന്നുള്ളൊരു ബോധം നമുക്ക് എപ്പോഴും ഉണ്ടാവണം. അപ്പൊ നമുക്ക് അത് നിർത്തി പോവാനോ അല്ലെങ്കിൽ തളർന്നു പോവാനോ തോന്നില്ല. സോ ഡോണ്ട് ത്രോ ദിസ് പേപ്പർ അവേ, ഓൾവേസ് കീപ് ഇറ്റ് ഇൻ യുവർ പേഴ്സ്. ഇനി നമുക്ക്
മെയിൻ കാര്യം വിഷൻ ബോർഡ് എങ്ങനെ ഉണ്ടാക്കാന്ന് പറയാം. സിമ്പിൾ ആണ്, ഒരൊറ്റ കാര്യം മാത്രം ശ്രദ്ധിച്ചാൽ മതി. നിങ്ങൾ ഒരു ഗോൾ ഒട്ടിക്കുമ്പോഴത്തേക്കും അതിനകത്ത് ആ ഗോൾ മാത്രമല്ല അതെങ്ങനെ അച്ചീവ് ചെയ്യാന്ന് കൂടെ ഒട്ടിക്കണം. ഫോർ എക്സാമ്പിൾ, നിങ്ങൾക്ക് ഈ വർഷം കുറേ പൈസ വേണം, കുറേ പൈസ സേവ് ചെയ്യണം, കുറേ നിങ്ങളുടെ ബാങ്കിൽ കുറച്ച് കൂടുതൽ, ഇത്രയും കാലം ഇല്ലാത്തത് കൊണ്ട് കുറച്ച് കൂടുതൽ പൈസ വേണമെന്നാണ് നിങ്ങളുടെ ആഗ്രഹം എന്ന് വിചാരിച്ചു. അപ്പോ ആ ഒരു ജാറിൽ കുറെ പൈസ ഉള്ളത് അല്ലെങ്കിൽ ഒരു ബഞ്ച് ഓഫ് മണിയുടെ പിക്ക് എടുത്ത് ഒട്ടിച്ചിട്ട് കാര്യമില്ല. കാരണം ഈ പൈസ എങ്ങനെ ഉണ്ടാക്കും, നമുക്ക് വെറുതെ അങ്ങ് തരില്ലല്ലോ പൈസ. അപ്പോൾ ഈ പൈസ ഉണ്ടാക്കാനായിട്ടുള്ള മെത്തേഡും കൂടെ നമ്മൾ തൊട്ടപ്പുറത്ത് ഒട്ടിക്കണം. ഫോർ എക്സാമ്പിൾ, ഇപ്പൊ ഞാൻ പറഞ്ഞല്ലോ, നമ്മളിപ്പോ നമുക്കിപ്പോ കുറച്ച് സേവ് ചെയ്യണം അല്ലെങ്കിൽ നമുക്ക് കുറച്ച് ഫിനാൻഷ്യലി ബെറ്റർ ആവണം എന്നാണ് ആഗ്രഹമെങ്കിൽ അതിന്റെ പിക്കിന്റെ തൊട്ടപ്പുറത്തേക്ക് നമ്മുടെ ഒരു ജോബിന്റെ പിക്ക് ഒട്ടിക്കുക, അല്ലെങ്കിൽ നമ്മുടെ ഒരു പാർട്ട് ടൈം വർക്ക്, അല്ലെങ്കിൽ നിങ്ങളുടെ പാഷൻ ആയിരിക്കും, ചിലപ്പോൾ നിങ്ങൾ ഒരു മ്യൂസീഷ്യൻ ആയിരിക്കും. അപ്പൊ നിങ്ങൾ ആ മ്യൂസീഷ്യന്റെ അല്ലെങ്കിൽ അങ്ങനെയുള്ള ഒരു പാർട്ട്, അല്ലെങ്കിൽ ഒരു ഡാൻസർ ആയിരിക്കും, അപ്പൊ നിങ്ങൾ ഡാൻസ് പെർഫോം ചെയ്യുന്നതിനെ ഒട്ടിക്കുക. അത് കഴിഞ്ഞിട്ട് ആ മണിയുടെ പിക്ക് ഒട്ടിക്കുക, അല്ലെങ്കിൽ അത് കഴിഞ്ഞിട്ട് നിങ്ങളുടെ ഫിനാൻഷ്യൽ ബെറ്റർമെന്റിന്റെ പിക്ക് ഒട്ടിക്കുക. അതാണ് ഇതിന്റെ മെയിൻ കാര്യം. അപ്പൊ നമ്മൾ കാണുമ്പോഴേ നമ്മളിപ്പോ ഒരു കാര്യം വിഷൻ ബോർഡ് പെട്ടെന്ന് കാണുകയാണ്, നമ്മൾ അതിനകത്തൊരു പൈസയുടെ പിക്ക് മാത്രമാണ് ഇട്ടിരിക്കുന്നത്. നമ്മൾ ക്ലൂലെസ് ആ, മനസ്സിലായോ? അത് നമ്മുടെ ബ്രെയിനിലോട്ടൊന്നും രജിസ്റ്റർ ആവില്ല. പൈസ വേണം, അതെപ്പോഴും നമ്മൾ ചിന്തിക്കുന്ന കാര്യം, അല്ലെങ്കിൽ നല്ല ജോലി വേണം, അല്ലെങ്കിൽ നല്ല ഹെൽത്ത് വേണം, ഇതെല്ലാം നമ്മൾ ചിന്തിക്കുന്ന കാര്യമാണ്. പക്ഷെ അത് എങ്ങനെ ചെയ്യുന്നുള്ളതാണ് പലപ്പോഴും നമ്മൾ പെട്ടെന്ന് നമ്മൾ സ്ട്രഗിൾ ചെയ്യുന്നത് എങ്ങനെ, അതിലേക്ക് എങ്ങനെ എത്തും എന്നുള്ളതാണ്. സോ മേക്ക് ഷുവർ നിങ്ങൾ അതുകൂടി ഒട്ടിക്കുക. അപ്പൊ ഞാൻ പറയുന്നത്, സെക്കൻഡ് എക്സാമ്പിൾ ഞാൻ പറഞ്ഞതുപോലെ, ഇപ്പൊ ഹെൽത്ത് ആണ് എന്നുണ്ടെങ്കിൽ ആ ഹെൽത്തിന്റെ കൂടെ എന്തൊട്ടിക്കുക, നിങ്ങൾക്ക് എന്ത് ബോഡിയാണോ, നിങ്ങളുടെ ഒരു ഐഡിയൽ ബോഡി എന്താണ് എന്നുള്ളത് മാത്രമല്ല ഒട്ടിക്കുന്നത്, അതിന്റെ അപ്പുറത്ത് നിങ്ങൾക്ക് എന്ത് ടൈപ്പ് വർക്കൗട്ട് ആണെന്ന് കൂടെ ഒട്ടിക്കുക. ഇപ്പൊ നിങ്ങൾക്ക് ഇപ്പൊ നിങ്ങൾക്ക് വെയിറ്റ് ലിഫ്റ്റ് ഒക്കെ ചെയ്യുന്ന ആൾക്കാരാണ്, വെയിറ്റഡ് വർക്കൗട്ട് ആൻഡ് ഇതിനകത്ത് എന്ത് ടൈപ്പ് പിക്കാണ്, ചെറിയൊരു തൊണ്ടവേദന, സോ പ്ലീസ് എക്സ്ക്യൂസ് മൈ ത്രോട്ട്, ഇതിനകത്ത് എന്ത് ടൈപ്പ് പിക്കാണ് ഒട്ടിക്കേണ്ടത്, എന്തിലാണ് ഒട്ടിക്കേണ്ടതെന്ന് കൂടെ ഇപ്പൊ തന്നെ കാണിച്ചു. ബാ, നിങ്ങൾക്ക് ഈ വിഷൻ ബോർഡ് ഉണ്ടാക്കാനായിട്ട് വേണമെങ്കിൽ കാർഡ്ബോർഡ് എടുക്കാം, കാർഡ്ബോർഡ് വെള്ള പെയിന്റ് അടിച്ചെടുക്കാം, അല്ലെങ്കിൽ ചാർട്ട് പേപ്പർ എടുക്കാം. പക്ഷേ ഞാൻ പേഴ്സണലി പ്രിഫർ ചെയ്യുന്നത് ക്യാൻവാസ് ആണ്. നമ്മുടെ പെയിന്റ് ചെയ്യാൻ ഉപയോഗിക്കുന്ന നോർമൽ ക്യാൻവാസ് ആണ്. ഭയങ്കര എക്സ്പെൻസീവ് അല്ല. ദിസ് വാസ് 250 rupees. ആൻഡ് അത് കഴിഞ്ഞിട്ട് ഇത് പ്രിന്റ് എടുക്കുക. നിങ്ങൾക്ക് ആവശ്യമുള്ള പിക്കെല്ലാം പ്രിന്റ് എടുത്ത് വെക്കുക. ആ പ്രിന്റ് എടുക്കുന്നതിൽ വേറെ കാര്യം ശ്രദ്ധിക്കാനുള്ളത്, നമ്മുടെ സാധാ പ്രിന്റ് എടുക്കുന്നതിന് പകരം കുറച്ച് ഗ്ലോസി ആയിട്ടുള്ള, കുറച്ചുകൂടെ ഹൈ ക്വാളിറ്റിയിലുള്ള പ്രിന്റ് എടുക്കാൻ നോക്കുക. എനിക്കൊന്നും റേറ്റ് വളരെ വ്യത്യാസമൊന്നുമില്ല. ഏതെങ്കിലും നമ്മൾ പ്രിന്റ് എടുക്കുന്ന ഷോപ്പിൽ ചെന്നിട്ട് പറഞ്ഞാൽ മതി, കുറച്ചുകൂടെ ഫിനിഷിംഗ് ഉള്ള പേപ്പറിൽ പ്രിന്റ് എടുക്കുക എന്നുള്ളത്. എനിക്ക് തോന്നുന്നു ദിസ് വാസ് 60 rupees. നമ്മൾ 1-2 പേപ്പറിലേ എടുക്കുകയുള്ളൂ. ദിസ് വാസ് 60 if I am not wrong. ഇനി ഇത് അടുക്കി പറക്കി വെക്കുന്ന കാര്യം ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഒരു ഗോൾ വെക്കുക, അതെങ്ങനെ അച്ചീവ് ചെയ്യുമെന്ന് വെക്കുക. ഇത് രണ്ടും മാത്രമേ ഉള്ളൂ നമ്മൾ സ്പെസിഫിക് ആയിട്ട് നോക്കി ചെയ്യേണ്ടത്. കാരണം പെട്ടെന്ന് അത് കാണുമ്പോൾ നമുക്ക് മനസ്സിലാക്കണം നമ്മൾ എന്താണ് ചെയ്യേണ്ടതെന്നും എങ്ങനെയാണ് ചെയ്യേണ്ടതെന്നും. സിമ്പിൾ ആസ് ദാറ്റ്. ഈ പിക്ചേഴ്സ് എല്ലാം ഇനി ഗ്ലൂ വെച്ചൊന്ന് ഒട്ടിച്ച് കഴിഞ്ഞിട്ട്, എന്ത് ഗ്ലൂ ആയാലും മതി കേട്ടോ, ആ ഗ്ലൂ വെച്ചൊന്ന് ഒട്ടിച്ച് കഴിഞ്ഞിട്ട് നമുക്കതിലേക്ക് കുഞ്ഞ് സ്റ്റിക്കേഴ്സോ അല്ലെങ്കിൽ നമുക്ക് പെണ്ണ് വെച്ച് ഡൂഡ്സ് വരച്ചാലും മതി. ഇത് എൻ്റെ ഒരു ആഭരണപ്പെട്ടി പോലും ഞാൻ തുറന്നു വെച്ചിരിക്കുന്നത് എൻ്റെ സ്റ്റിക്കർ പെട്ടിയാണ്. എനിക്ക് സ്റ്റിക്കർ കളക്ട് ചെയ്യുന്നത് ഒരു താല്പര്യമുള്ളത് കൊണ്ട് ഞാൻ ചെയ്തതാണ്. യു ഡോണ്ട് ഹാവ് ടു ഹാവ് സോ മച്ച് സ്റ്റിക്കേഴ്സ് ടു ഡു ദിസ്. നിങ്ങൾക്ക് സ്റ്റിക്കേഴ്സ് എൻ്റെ ആവശ്യമേ ഇല്ല, ജസ്റ്റ് പെണ്ണ് വെച്ച് വരച്ചാലും മതി. അതും ഞാൻ ഇതിനകത്ത് വരയ്ക്കുന്നുണ്ട്. സോ ലെറ്റ്സ് മൂവ് ഓൺ ടു ദ റിവീൽ ഓഫ് അവർ ക്യൂട്ട് വിഷൻ ബോർഡ്. ഈ വിഷൻ ബോർഡ് ഒക്കെ ഉണ്ടാക്കി കഴിഞ്ഞിട്ടേ നമുക്ക് അതിന്റെ ഏറ്റവും വലിയ കാര്യം എന്താണെന്ന് അറിയാമോ? ഇത് എവിടെ വെക്കുക എന്നുള്ളതാണ്. കാരണം റാൻഡം ആയിട്ട് എവിടെയെങ്കിലും കൊണ്ട് വെച്ചിട്ട് കാര്യമില്ല. നിങ്ങൾ കഷ്ടപ്പെട്ടിരുന്ന വിഷൻ ബോർഡ് ഒക്കെ ഉണ്ടാക്കി കുറെ ബുക്കുകൾ അടുക്കി വെച്ചതിന്റെ ഇടയിൽ അങ്ങ് മടക്കി വെച്ചു, കാര്യമില്ല. കാരണം നമ്മളത് നോക്കാൻ പോകുന്നില്ല, കാണാൻ പോകുന്നില്ല. അങ്ങനെയൊക്കെ ചെയ്യാനാണെങ്കിൽ വിഷൻ ബോർഡ് ഉണ്ടാക്കരുത്. എന്തിനാ വെറുതെ ആ സമയവും കാര്യങ്ങളും ഒക്കെ നിങ്ങൾ കളയുന്നത്? അത് വേറെ എന്തെങ്കിലും യൂസ് ചെയ്യുക. ഞാൻ എപ്പോഴും പ്രിഫർ ചെയ്യുന്നത് നമ്മൾ കിടന്നുറങ്ങുന്ന ബെഡ് ഉണ്ടല്ലോ, അതിന്റെ നേരെ ഓപ്പോസിറ്റ് വെക്കുക എന്നുള്ളതാണ്. കാരണം എന്നെ സംബന്ധിച്ചിടത്തോളം രാവിലെ എണീക്കുക എന്ന് പറയുന്നത് എനിക്ക് എപ്പോഴും അങ്ങനെ ഭയങ്കര ഇഷ്ടമുള്ള കാര്യമല്ല. എനിക്ക് രാവിലെ എണീക്കാൻ ഇഷ്ടമാണ്, പക്ഷെ എനിക്ക് ഭയങ്കര മടിയാണ്. എനിക്ക് ആ കട്ടിൽ കണ്ടാൽ എനിക്ക് അപ്പം ഉറങ്ങണം. ഞാൻ മിക്കപ്പോഴും കുറച്ച് ജോലിയൊക്കെ ചെയ്ത് കുറച്ച് നാപ്പ് എടുക്കാൻ പോകും, കുറച്ച് നേരം കിടന്ന് ഉറങ്ങാന്നൊക്കെ വിചാരിച്ചിട്ട്. അപ്പോൾ ഇത് ഓപ്പോസിറ്റ് ഉള്ളപ്പോൾ എനിക്കൊരു ബോധം ഉണ്ടാവണം, ഓക്കെ ദിസ് ഈസ് വാട്ട് ഐ എം വർക്കിംഗ് ഫോർ. ഞാൻ ഇത്രയും കാര്യങ്ങൾ ചെയ്യുന്നത് എന്തിനാണ്? ഇപ്പൊ കിടക്കുമ്പോൾ ഞാൻ പറഞ്ഞു, കിടക്കുന്നതിന്റെ ഓപ്പോസിറ്റ് നമ്മൾ വിഷൻ ബോർഡ് വെക്കുന്നതിന്റെ ഇമ്പോർട്ടൻസ് അതാണ്. അല്ലെങ്കിൽ യു ക്യാൻ കീപ് ഇറ്റ് ഇൻ യുവർ ഡെസ്ക് ലൈക്ക് ദിസ്. ഇപ്പൊ ഞാൻ വെച്ചേക്കുന്നുണ്ടോ, ദിസ് ഇസ് എ സാമ്പിൾ വൺ. അപ്പൊ ഈ സാധനം ഇങ്ങനെ വെക്കുക എന്നാലും കുഴപ്പമില്ല. നമ്മൾ നേരെ എണീറ്റ് വരുമ്പോഴത്തേക്കും നമുക്കിത് പെട്ടെന്ന് കാണാൻ പറ്റും. ആൻഡ് നിങ്ങൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്, ഈ വിഷൻ ബോർഡ് എന്ന് പറയുന്നത് നിങ്ങളുടെ വളരെ 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 പ്രൈവറ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. അത് എല്ലാവരും എന്നല്ല, ആരുമായിട്ട് ഷെയർ ചെയ്യാതിരിക്കും. ഫാമിലി ഫംഗ്ഷൻസോ അല്ലെങ്കിൽ നിങ്ങളുടെ വീട്ടിൽ എന്തെങ്കിലുമൊക്കെ ഗെറ്റ് ടുഗദർ ഒക്കെ നടക്കുമ്പോൾ പുറത്തുനിന്ന് ആൾക്കാർ വരുന്നത് നിങ്ങൾക്ക് അത്രയും കംഫർട്ടബിൾ അല്ലാത്തതെന്ന് വെച്ചാൽ അത്രയും അടുപ്പല്ലാത്ത ആൾക്കാർ വരുമ്പോൾ, ഞാൻ പറഞ്ഞല്ലോ ഇത് മാക്സിമം ആരടുത്ത് ഷെയർ ചെയ്യരുത്. ദിസ് ഷുഡ് ബി യുവർ പ്രൈവറ്റ് തിങ് എന്ന് പറയുന്നത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്.
കാരണം നമുക്ക് എല്ലാ ആൾക്കാരും, ഞാൻ പറഞ്ഞു പുറത്തുള്ള എല്ലാ ആൾക്കാരും ഭയങ്കര പോസിറ്റീവ് ആയിട്ടുള്ള ആൾക്കാരല്ല. യു ഡോണ്ട് വോണ്ട് ദെയർ നെഗറ്റീവ് എനർജി അല്ലെങ്കിൽ ആ ഒരു ജഡ്ജ്മെന്റ്. ഞാൻ പറഞ്ഞല്ലോ, വിഷൻ ബോർഡ് എന്ന് പറയുമ്പോൾ ഞാൻ പറയും നമുക്ക് ഡ്രീം ചെയ്യുന്ന കുറെ കാര്യങ്ങൾ നമ്മൾ വെക്കുന്നുണ്ട്. നമ്മുടെ ഡ്രീംസ് ഒന്നും എല്ലാവർക്കും ഭയങ്കര അക്സെപ്റ്റബിൾ ആയിട്ടുള്ള അല്ലെങ്കിൽ അങ്ങനെയുള്ള ഒരു കാര്യം അധികം പരിചയമില്ലാത്ത, അത്രയും ഓപ്പൺ അല്ലാത്ത ആൾക്കാരൊക്കെ വരുമ്പോൾ വിഷൻ ബോർഡ് എടുത്ത് എവിടെയെങ്കിലും മാറ്റി അങ്ങോട്ട് വെക്കുക, ആരും കാണാത്ത രീതിയിൽ എല്ലാവർക്കും കാണാനായിട്ടുള്ള ഒരു ഒരു എന്താ മ്യൂസിയത്തിൽ വെച്ചേക്കുന്ന ഒരു പൊസിഷൻ പോലെ ഒന്നും കൊണ്ടുവെക്കാതിരിക്കുക. ഓരോ 3 മാസത്തിനിടയിലും ഞാൻ ഈ ഗോൾസിൽ എന്തൊക്കെ അച്ചീവ് ചെയ്തു അല്ലെങ്കിൽ എത്ര പെർസെൻറ്റേജ് അച്ചീവ് ചെയ്തു. നമുക്ക് 3 മാസം കൊണ്ടൊക്കെ പെട്ടെന്നല്ല അച്ചീവ് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളൊന്നും അല്ലായിരിക്കും നമ്മൾ ഒട്ടിക്കുന്നത്. സോ ഞാൻ എത്ര പെർസെൻറ്റേജ് ഓഫ് കാര്യം അച്ചീവ് ചെയ്തു എന്ന് എല്ലാ 3 മാസവും ഞാൻ നോക്കാറുണ്ട്. സോ മേക്ക് ഷുവർ അതും കൂടെ ഒന്ന് ചെക്ക് ചെയ്ത് അതിന് സമയം ജസ്റ്റ് ടേക്സ് 5 മിനിറ്റ്സ് ബട്ട് ഇറ്റ് മേക്സ് എ ലോട്ട് ഓഫ് ഡിഫറൻസ്. അപ്പോൾ ഓരോ 3 മാസവും നിങ്ങളുടെ വിഷൻ ബോർഡിൽ എന്തൊക്കെ കാര്യങ്ങൾ നിങ്ങൾ അച്ചീവ് ചെയ്തു അല്ലെങ്കിൽ എന്തൊക്കെ കാര്യങ്ങളുടെ എത്ര പ്രോഗ്രസ് ഉണ്ടായി എന്നൊക്കെ നോക്കുക. അപ്പോൾ യു വിൽ ഫീൽ മോർ എനർജറ്റിക് ടു ദിസ്. സോ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായെങ്കിൽ പ്ലീസ് മേക്ക് ഷുവർ ടു ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ്. ആൻഡ് നിങ്ങളുടെ വിഷൻ ബോർഡൊക്കെ എങ്ങനെയുണ്ടായി, റെഡി ആയോ എന്നൊക്കെ പറയാൻ മറക്കരുത് കേട്ടോ. ബൈ ബൈ.